ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെജിറ്റബിൾ പക്കോടയാണ്. ഇത് ഒരു 4 മണി പലഹാരമാണ്. നല്ല ക്രിസ്പാണ്. ഇത് കണ്ടില്ലേ, നന്നായിട്ടുണ്ട്. ഇത് എല്ലാ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. ചായയുടെ കൂടെ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഇതിന്റെ അഭിപ്രായം പറയണം. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പൊ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 3 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് നീളത്തിൽ, ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞ് വെള്ളത്തിൽ ഞാൻ കുതിർക്കായിട്ടതാണ് അത്, ഒരു കൈപ്പിടി പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഇതിന്റെ കൂടെ ഒരു 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കണം. 2.5 സ്പൂൺ ഉണ്ട്. ഇത് 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങില് വെള്ളത്തിലിട്ടിരുന്നതുകൊണ്ട് അതിന്റെ ഒരു ഈർപ്പം നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടൊരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിന്റെ ഈർപ്പം ഒന്ന് ശരിയായ ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് ഒന്നും കൂടി കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരിങ്കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. കൈകൊണ്ട് ഉരുട്ടിയ ഉരുണ്ട് വരുന്ന പോലെ വരുവാകുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുപ്പില് ചട്ടി വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. തീ എത്തിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ കുറച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പയ്യെ മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം. ഇപ്പൊ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പക്കോട എടുത്തു വയ്ക്കാം. അങ്ങനെ നമ്മൾ പക്കോട ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിൽ എടുത്ത് വെച്ച് സെർവ് ചെയ്യാം.